നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മിലെ സബ്കോ എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. പഠേം ലിഖേം ക്യാ ക്യാ ചാഹിയേ. വായിച്ചിട്ട് എഴുതണം, എന്തൊക്കെ വേണമെന്നാണ് എഴുതേണ്ടത്. കൂടെ കുറച്ച് ചിത്രങ്ങളുമുണ്ട്. ആദ്യത്തെ ചിത്രം നോക്കൂ. ഒരു വിത്ത് മുള പൊട്ടുന്നതാണ് അല്ലേ? മുളയ്ക്കുക എന്നുള്ളതിന് നമ്മളൊരു വാക്ക് പഠിച്ചു. എന്താണത്? ഉഗ്ന. ഉഗ്നേ കേലിയെ. മുളയ്ക്കാൻ എന്തു വേണമെന്നാണ് കവിതയിൽ നിന്ന് നമ്മൾ പഠിച്ചത്? ഒരു വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണും വേണം, വെള്ളവും വേണം. അതിൻ്റെ ഉത്തരം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? മിട്ടി ഔർ ബൂന്ത്. മണ്ണും വെള്ളത്തുള്ളിയും. അടുത്ത ചിത്രം നോക്കൂ. ഒരു പൂ വിരിയുന്നതാണ് അല്ലേ? പൂ വിരിയാൻ എന്തു വേണമെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്? വായുവും വെയിലും. ഹവ ഔർ ധൂപ്. അതല്ലേ അവിടെ എഴുതേണ്ടത്? അടുത്ത ചിത്രം നോക്കൂ. ഒരു പക്ഷി പറക്കുന്ന ചിത്രമാണ് അല്ലേ? പക്ഷിക്ക് പറക്കാൻ എന്തൊക്കെ വേണമെന്നാണ് കവി പറയുന്നത്? പക്ഷിക്ക് ചിറകും വേണം, തുറന്ന ഒരു ആകാശവും വേണം. പങ്ക് ഔർ ആസ്മാൻ. ചിറകും വേണം, ആകാശവും വേണം. അടുത്ത പ്രവർത്തനം നോക്കൂ. ഹമേ ജീനെ കേലിയെ ക്യാ ക്യാ ചാഹിയേ. നമുക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണം? പദസൂര്യക്ക് പൂർത്തീകരേ ടിപ്പണി ലിഖേ. പദസൂര്യൻ പൂർത്തിയാക്കി അതിനെക്കുറിച്ച് ഒരു കുറിപ്പ്, ചെറിയ ലേഖനം എഴുതണം. പദസൂര്യൻ്റെ നടുക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? മാനവ്, മനുഷ്യൻ. മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെ വേണമെന്നാണ്? നമുക്കൊന്ന് നോക്കിയാലോ. മാനവ് സ്വച്ഛ ഹവ, ശുദ്ധ പാനി, സ്വച്ഛ ഖാന, ശാന്തി, ആത്മവിശ്വാസ്, സുരക്ഷ, കപ്പട, ജമീൻ. ഇതാണ് നമ്മുടെ പദസൂര്യൻ. ഈ വാക്കുകൾ വച്ച് നമുക്കൊരു ടിപ്പണി തയ്യാറാക്കിയാലോ. ഹം മനുഷ്യ ഹെ. നമ്മൾ മനുഷ്യരാണ്. ഹമേം ജീനെ കേലിയെ ജമീൻ ചാഹിയെ. നമുക്ക് ജീവിക്കാനായി ഭൂമി വേണം. യഹാം സാൻസ് ലേനെ കേലിയെ സ്വച്ഛ ഹവാ കി ആവശ്യകത ഹെ. ഇവിടെ ശ്വസിക്കുന്നതിനായി ശുദ്ധവായു ആവശ്യമാണ്. ഹമേം പീനെ കേലിയെ ശുദ്ധ പാനി ചാഹിയെ. നമുക്ക് കുടിക്കാനായി ശുദ്ധജലം ആവശ്യമാണ്. സാത്ത് ഹി സ്വച്ഛ ഖാന ഭി ചാഹിയെ. ഒപ്പം തന്നെ ശുദ്ധമായ ഭക്ഷണവും വേണം. ഹമേം കപ്പടവും കി ആവശ്യകത ഹെ. നമുക്ക് വസ്ത്രങ്ങൾ ആവശ്യമാണ്. ആത്മവിശ്വാസ് ഔർ ശാന്തി കെ സാത്ത് ജീനെ കേലിയെ സുരക്ഷ ഭി ചാഹിയെ. ആത്മവിശ്വാസത്തോടും സമാധാനത്തോടും ജീവിക്കാനായി സുരക്ഷയും വേണം. കൂട്ടുകാരെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ടിപ്പണി എഴുതുമ്പോൾ അതിനൊരു തലക്കെട്ട്, ശീർഷകം വേണം. ഇതിന് നമുക്ക് എന്ത് ശീർഷകം കൊടുക്കാം? ജീനെ കേലിയെ എന്നായാലോ? ജീവിക്കാനായി. ഇത് ഒരു മാതൃക മാത്രമാണ്. നിങ്ങളുടെ മനസ്സിലുള്ളതുപോലെ ഇതിനെ വ്യത്യാസപ്പെടുത്തി എഴുതാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. ജോഡേം ഔർ വാക്യ ലിഖേം. കൂട്ടുകാരെ, താഴെ തന്നിരിക്കുന്ന കോളങ്ങളിലെ വാക്കുകളൊന്ന് നോക്കൂ. നമുക്കിതെല്ലാം ചേർത്ത് വാചകങ്ങൾ ഉണ്ടാക്കിയാലോ? ഉഗ്നെ കേലിയെ മിട്ടി ഔർ ബൂന്ത് ചാഹിയെ. മുളയ്ക്കാനായി മണ്ണും വെള്ളത്തുള്ളിയും വേണം. ഖിൽനെ കേലിയെ ഹവ ഔർ ധൂപ് ചാഹിയെ. വിടരാനായി വായുവും വെയിലും വേണം. പക്നെ കേലിയെ തോടി സി ആഗ് ചാഹിയെ. പാകമാകാൻ വേണ്ടി അല്പം തീ ആവശ്യമാണ്. ഉടനെ കേലിയെ പങ്ക് ഔർ ആസ്മാൻ ചാഹിയെ. പറക്കാനായി ചിറകും ആകാശവും വേണം. ജീനെ കേലിയെ ജമീൻ ചാഹിയെ. ജീവിക്കാനായി ഭൂമി വേണം. കൂട്ടുകാരെ, നമ്മുടെ പാഠത്തിലെ ആശയങ്ങൾ തന്നെയാണ് ഈ വാചകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അടുത്ത പ്രവർത്തനം നോക്കിയാലോ. കവിത സെ സമാൻ ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖേ.
കവിതയിൽ നിന്നും സമാന ആശയമുള്ള വരികൾ എടുത്തെഴുതണം. താഴെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്, ഒരു പക്ഷിയുടെ. അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന എന്താണെന്ന് നോക്കൂ. ജീവൻ മേം ആകെ ബെഠനെ കെ ലിയെ ക്ഷമത ഔർ ആസ്മാൻ കി തരഹ് ഖുല അവസർ മിൽനാ ചാഹിയെ. ജീവിതത്തിൽ മുന്നേറാനായി കഴിവും ആകാശത്തെ പോലെ വിസ്തൃതമായ അവസരങ്ങളും വേണം. ഈ ആശയം വരുന്ന വരികൾ കവിതയിൽ ഏതാണ്? ഒന്ന് നോക്കൂ. മിലേ സബ്കോ പങ്ക് ഔർ ഉഡ്നെ കെ ലിയെ ഖുല ഏക് ആസ്മാൻ. അടുത്ത വരി നോക്കൂ. ജീനെ കെ ലിയെ സബ്കോ ജമീൻ മിൽന ജ്യാദാ ജരൂരി ഹെ. ജീവിക്കാനായി എല്ലാവർക്കും ഭൂമി ലഭിക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. ഉസ്സേ ഭി ജ്യാദാ ജരൂരി കി മിലേ സബ്കോ ജീനെ കെ ലിയെ ജമീൻ. ഇനി അടുത്ത പ്രവർത്തനം നോക്കിയാലോ. നമൂനെ ദേഖേ ഐസേ ജോഡെ ഗോലെ സെ ഢൂണ്ട് കർ ലിഖേ. മാതൃക നോക്കിയിട്ട് അങ്ങനെയുള്ള ജോഡികൾ കോളത്തിൽ നിന്നും എടുത്തെഴുതണം. ആദ്യത്തെ വാക്ക് നോക്കൂ. ഥോഡി മിട്ടി, അല്പം മണ്ണ്. രണ്ടാമത്തേതോ ഖുല ആസ്മാൻ, തുറസായ ആകാശം. താഴെ കുറച്ചു വാക്കുകളും വൃത്തത്തിൽ വേറെ കുറച്ചു വാക്കുകളും തന്നിട്ടുണ്ട്. തമ്മിൽ ചേർത്തെഴുതി നോക്കിയാലോ. ഊപ്പർ ലിഖേ ശബ്ദോं के आगे और क्या क्या विशेषण जोड़ सकते हैं. മുകളിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾക്ക് മുൻപിലായി ഏതൊക്കെ വിശേഷണങ്ങൾ ചേർക്കാൻ സാധിക്കും? തന്നിരിക്കുന്ന വാക്കുകൾ വിശേഷണങ്ങൾ ചേർത്ത് എഴുതിയാലോ. ആദ്യത്തെ വാക്ക് പേട് എന്നല്ലേ? അതിന് ചേരുന്ന വിശേഷണം ഏതാണ്? ഊംചാ പേട്, ഉയരമുള്ള മരം. അടുത്ത വാക്ക് നോക്കൂ. ഗുലാബ്, റോസ്. ലാൽ ഗുലാബ്, ചുവന്ന റോസ്. പാനി, അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാമല്ലേ? വെള്ളം. ഠണ്ടാ പാനി, തണുത്ത വെള്ളം. തോത്ത, തത്തയുടെ നിറം എന്താണ്? ഹര, ഹരാ തോത്ത, പച്ച തത്ത. അടുത്തത് മക്കാൻ, കെട്ടിടം. ബഡാ മക്കാൻ, വലിയ കെട്ടിടം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശേഷണങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മിക്കുമല്ലോ. വിശേഷണ പദങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രവർത്തനം നോക്കൂ. കവിത കാ ആശയ ലിഖേം. പാഠം പഠിച്ചു കഴിഞ്ഞു. പ്രവർത്തനങ്ങളും നമ്മൾ പലതും എഴുതി. ഇനി ആശയം എഴുതുക എന്നുള്ളത് വളരെ എളുപ്പമാണ് അല്ലേ? നമുക്കൊന്ന് നോക്കിയാലോ. ആശയം എഴുതുമ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒന്ന് നോക്കൂ. ആശയമേ ശീർഷക് ഹെ, തലക്കെട്ടുണ്ട്. കവി കാ പരിചയ ഹെ, കവിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കവിത കാ ഭാവ് ഹെ, കവിതയുടെ ഭാവമുണ്ട്. അപ്ന വിചാർ ഹെ, സ്വന്തം വിചാരമുണ്ട്. ഒരു ഉദാഹരണം നോക്കൂ. ഹിന്ദി കെ കവി ആത്മാരഞ്ജൻ കി കവിത ഹെ മിലെ സബ്കോ. ഹിന്ദിയിലെ കവിയായ ആത്മാരഞ്ജന്റെ കവിതയാണ് മിലെ സബ്കോ. ഇസ്മേം വേ കഹത്തെ ഹെ, ഇതിൽ അദ്ദേഹം പറയുന്നു, ഇസ് ധർത്തി മേം ജീനെ കെ ലിയെ കുച്ച് ചീസോं की आवश्यकता है. ഈ ഭൂമിയിൽ ജീവിക്കാനായി കുറച്ച് വസ്തുക്കൾ ആവശ്യമാണ്. ഏക് പൗധേ കോ ഉഗനെ കെ ലിയെ കുച്ച് മിട്ടി ഔർ നമി ചാഹിയെ. ഒരു ചെടിക്ക് മുളയ്ക്കാനായി കുറച്ച് മണ്ണും ഈർപ്പവും വേണം. ഉസ് പർ ഫൂൾ ഖിൽനെ കെ ലിയെ ഹവ ഔർ ധൂപ് ചാഹിയെ. അതിൽ പൂ വിരിയാനായി വായുവും വെയിലും വേണം. ഖാന പകനെ കെ ലിയെ ആഗ് ചാഹിയെ. ഭക്ഷണം പാകമാകാനായി തീ വേണം. പക്ഷിക്കോ ഉഡനെ കെ ലിയെ പങ്ക് ഔർ ഖുല ആസ്മാൻ ചാഹിയെ. പക്ഷിക്ക് പറക്കാനായി ചിറകും തുറസായ ആകാശവും വേണം. സബ്സെ ജരൂരി ബാത് ഹെ കി സബ്കോ ജീനെ കെ ലിയെ ജമീൻ ചാഹിയെ. ഏറ്റവും അത്യാവശ്യമായ കാര്യം ഇതാണ്, എല്ലാവർക്കും ജീവിക്കാനായി ഭൂമി വേണം. ഇസ് കവിത കാ സന്ദേശ് യഹ് ഹെ കി ജീവൻ में आगे बढ़ने के लिए क्षमता और आसमान की तरह खुला അവസർ मिलना चाहिए. ഈ കവിതയുടെ പ്രധാനമായ ആശയം ഇതാണ്, ജീവിതത്തിൽ മുന്നേറാനായി ക്ഷമത ഔർ
ആസ്മാൻ കി തര ഖുല അവസർ മിൽനാ ചാഹിയെ. കഴിവും ആകാശത്തെ പോലെ വിശാലമായ അവസരവും ലഭിക്കണം. ഈ ആശയത്തിനും നമുക്ക് ജീനെ കേലിയെ എന്ന ശീർഷകം നൽകാം. നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും തലക്കെട്ടുണ്ട് എങ്കിൽ അത് പറയണം. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.